ലോ ലെവൽ, മിഡ് ലെവൽ, ഹൈ ലെവൽ. ഇതിനെപ്പോഴും ഏതൊരു മെഷീനും നമുക്ക് കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആദ്യം ഈ 3 ലെവലുകൾ മാർക്ക് ചെയ്യണം. അവിടെ നിന്ന് നമ്മുടെ ലോണ്ടറി ഉണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിൽ വാഷ് ചെയ്യണതിന് 3 ഇക്വേഷൻസ് ചെയ്യണം: മിഡ്, ലോ, ഹൈ. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒരു റൗണ്ട് ഇതുമേലൊരു പേപ്പർ മേലൊരു വട്ടം വരച്ച് റൗണ്ട് വരച്ച ഒരു വട്ടം ഇങ്ങനെ വരച്ചു. എപ്പോഴും ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. ലോണ്ടറിയിൽ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മിഷനെ കുറിച്ചും നിങ്ങളുടെ സംവിധാനങ്ങളെ കുറിച്ചും അറിയാമെങ്കിലല്ലേ നിങ്ങൾക്ക് അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെപ്പോഴും ഒരു മിഷന്റെ ഫസ്റ്റ് ലെവൽ സെറ്റ് ചെയ്യണം. ഇങ്ങനത്തെ റൗണ്ട് വരയ്ക്കണം. റൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നമ്മുടെ വിസിബിൾ ടോപ്പ് ലോഡിന് ആപ്ലിക്കബിൾ അല്ല, ഫ്രണ്ട് ലോഡിന് മാത്രം. ഈ ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളതാണ് എനിക്ക് കിട്ടിയത് 34 സെന്റിമീറ്റർ ഹൈറ്റ്. 34 സെന്റിമീറ്റർ ഹൈറ്റ്. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? 4 ആക്കണം. എന്ന് വെച്ചാൽ കാൽക്കുലേറ്ററിൽ 34 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 8.5. That means 8.5, 8.5, 8.5, 8.5 ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇതിൽ പറയുക, ഈ ഡ്രമ്മിന്റെ ലോ ലെവൽ എത്രയായിരിക്കും എന്ന് വെച്ചാൽ ഒരു ഡ്രമ്മിന്റെ ടോട്ടൽ ഹൈറ്റിന്റെ 4/1 ആയിരിക്കണം ഡ്രമ്മിന്റെ ലോ ലെവൽ. എന്തോ പല മെഷീനും പല അളവാണ്. അപ്പോഴാണ് ഈ ഇക്വേഷൻ എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ നിന്റെ ഡ്രമ്മിന്റെ വിസിബിൾ ഡയാന അപ്പോഴാണ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. then അതിന്റെ ബോട്ടം ലെയറിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് അസ്യൂമിങ് ആണ്. അസ്യൂം, നോട്ട് എക്സാക്ട്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മെഷീനുകളിൽ നിങ്ങൾക്ക് അസ്യൂം വെച്ചേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അസ്യൂം വെച്ചിട്ട് എക്സാക്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മെഷീനിലേക്ക് വരുന്ന ഫ്ലോ അടക്കം നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ആയിരിക്കണം. എത്ര ml കയറി, എത്ര വാട്ടർ കയറി എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന അഡ്വാൻസ് മെഷീനിലേക്ക് പോകണം.